ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. വളാഞ്ചേരിയിൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് നിലനിർത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിലവിലുള്ള ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർ, ജീവനക്കാർ എന്നിവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കരുതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വളാഞ്ചേരി ടൗണിലുണ്ടായിട്ടുള്ള കാലോചിതമായ വികസനങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്കാലത്തും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡിലെ 150-ൽ പരം കച്ചവടക്കാർ, 450-ഓളം ജീവനക്കാർ, ഇവരെ ആശ്രയിച്ചു കഴിയുന്നവർ എന്നിവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘടന അനുകൂലമല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാലങ്ങളായി നടന്ന വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആ പ്രവർത്തനങ്ങളൊക്കെ കൂടെ നിന്നു. പല വികസന പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായും ശാരീരികമായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന സഹായങ്ങൾ നൽകി. തുടർന്നും പട്ടണ വികസനം അതിൻ്റെ കൂടെ വ്യാപാരി വ്യവസായി ഉണ്ടാവും എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു വിഷയം നമുക്കറിയാലോ, വളാഞ്ചേരിയിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നു എന്നാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, വികസനത്തിന് വ്യാപാരി വ്യവസായി വികസനത്തിന് ഞങ്ങൾ എതിരല്ല. കാലങ്ങളായി വളാഞ്ചേരി പട്ടണം വികസിച്ചപ്പോൾ അതിന് കൂടെ നിന്നവരാണ് കച്ചവടക്കാർ. സംസ്ഥാന തലത്തിലായാലും അതിന് ഞങ്ങളെതിരെ. വേറെ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് പ്രസക്തി ഉള്ളത് നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് നിങ്ങളിങ്ങനെ തുടർന്ന് ചോദിച്ചുകൊണ്ട് അതിന് മാറ്റം വന്നോളൊന്നുമില്ല. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടാണ് വിശദീകരിക്കുന്നത്. അത് നിങ്ങളുടെ ആംഗിളിൽ ബസ് സ്റ്റാൻഡ് നിലനിർത്തണം. അതാണ് വ്യാപാരി വ്യവസായിയുടെ നിലപാട്. പിന്നീട് എന്ത് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, വികസനത്തിന് ഞങ്ങളെതിരെ. അതിലെല്ലാം ഉണ്ട്, ആ വാക്കിലെല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് ഞങ്ങൾക്കൊരു വിയോജിപ്പുള്ളത് കൂടി അറിയിക്കുക. അദ്ദേഹം പറഞ്ഞപ്പോ കോഴിക്കോട് നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ KSRTC ഹൈവേയിൽ നിർത്തും എന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിക്കും. ആ ബസ്സുകൾ അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു സ്റ്റാൻഡ് ആവശ്യം? ആ ബസ്സുകൾ അവിടെ നിർത്തുന്നത് കൊണ്ട് ട്രാഫിക് ജാം വരുന്നുണ്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമായിരിക്കും. അത് തുടർന്ന് വരാൻ പാടില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം, അതിന്റെ സൊല്യൂഷൻ അല്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം. അപ്പൊ അങ്ങനെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ വരും ദിവസങ്ങളിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കെ മുഹമ്മദ് അലി, ഷാജഹാൻ, വാപ്പുഹാജി ചോലാസ്, സുബൈർ മാസ്, കെ ഉബൈദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.